മലയാള സിനിമയ്ക്കിത് നവോത്ഥാന കാലം. അത്ഭുതപ്പെടുത്തുന്ന പ്രമേയങ്ങളും പുതിയ രീതികളും തിയേറ്ററുകൾ കീഴടക്കുന്നു. പ്രവണത തുടർന്നാൽ മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോകുന്നത് വിപ്ലവം തന്നെയായിരിക്കുമെന്നാണ് പുതിയ തലമുറയിലെ പ്രമുഖനായ വിനീത് ശ്രീനിവാസന്റെ നിലപാട്. ചാപ്പാക്കുരിശിന്റെ പശ്ചാത്തലത്തിൽ മനോരമ ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു വിനീത്. Hi baby. This is too much. You look stunning. Trust me. എനിക്ക് സംസാരിക്കണം. You bastard. കുറെ അധികം സ്റ്റേജുകളിൽ അരങ്ങേറുന്ന നാടകം മൂവി ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിക്കുന്നതാണ് സിനിമയെന്ന് തോന്നിക്കുന്ന ശൈലിയിലേക്ക് തലകുത്തി വീണിരുന്നു മുഖ്യധാര മലയാളം സിനിമ. ദശകങ്ങളായി സിനിമ ചെയ്തു വന്ന കൊട്ടിഘോഷിക്കപ്പെട്ട സംവിധായകരുടെ ചിത്രങ്ങൾ പ്രമേയങ്ങൾ കൊണ്ടും അവതരണ രീതി കൊണ്ടും തുടങ്ങിയിടത്തു നിന്ന് അനങ്ങിയതുമില്ല. എല്ലാത്തിനും വഴി പ്രേക്ഷകർക്കായിരുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ പറന്നിറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ തിരക്കഥ മാറ്റി എഴുതുകയാണ്. നല്ല ഗട്സ് ഉള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഇപ്പോ ഒരുപാട് ആൾക്കാർ കഥ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട്. ചില സിനിമകൾ ഇങ്ങനെ പ്ലാനിങ്ങിലുണ്ട്. മീഡിയ എന്നുള്ള ചില ആളുകൾ ഫിലിം ഡയറക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. ആഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ പ്ലേ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇവർക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. കാരണം അതുണ്ടാവണം. നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്. കാലങ്ങളായി കഥ പറഞ്ഞു വന്ന രീതി വീണ്ടും 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 അട്ടിമറിക്കപ്പെടുന്ന ഗംഭീര കാഴ്ചയ്ക്കാണ് മുഖ്യധാര മലയാളം സിനിമ സാക്ഷ്യം വഹിക്കുന്നത്. ട്രാഫിക് ആയാലും ചാപ്പാക്കുരിശായാലും സോൾട്ട് ആൻഡ് പെപ്പർ ആയാലും ഓരോന്നും മലയാളിക്ക് പുതിയ പുതിയ കാഴ്ചകളാകുന്നു. ഇവർക്കിതേ മനസ്സിലാകൂ എന്ന് പറഞ്ഞിരുന്ന പലരെയും നിരാശരാക്കി പ്രേക്ഷകർ തിയേറ്ററുകളിൽ കൂട്ടം കൂടുന്നുമുണ്ട്. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ഇതൊന്നും പറ്റൂല എന്ന് നമ്മളൊരു 10-25 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുകൾ അത് പറയാനൊന്ന് മടിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, ഇപ്പൊ ചാപ്പാകുരിശ്, ഇതൊന്നും ഒരുപോലെയുള്ള സിനിമകളല്ല, ഫോർമുല പടങ്ങളും അല്ല. അപ്പോൾ അതിലൊക്കെ ഈ ഫിലിം മേക്കിംഗ് സൈഡാണെങ്കിലും സ്ക്രിപ്റ്റിംഗ് സൈഡാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്ത സൈഡാണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിൽ പോലും ആളുകൾ ഭയങ്കരമായിട്ട് റിയലിസം കൊണ്ടുവരാൻ